ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഒരു വലിയ നേന്ത്രപ്പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി പഴുത്തിട്ട് തോലൊക്കെ കറുത്ത് പോയിട്ടുള്ള പഴമാണെങ്കിൽ അത് വേണമെങ്കിലും ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. ഇനി ഈ പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഈ പഴം ഒന്ന് കട്ടാക്കി എടുക്കണം. കട്ടാക്കി എടുക്കുമ്പോൾ കുറച്ച് ചെറിയൊരു കനത്തിൽ വേണം നമ്മളിതൊന്ന് കട്ടാക്കി എടുക്കാം. ഒരുപാട് തിന്നാക്കിയിട്ട് കട്ടാക്കരുത്. ഈ ഒരു കനത്തിൽ നമുക്കിതൊന്ന് കട്ടാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു കനത്തിൽ ഞാൻ കട്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഒരു സൈഡിലേക്ക് ഇത് നീക്കി വെക്കാം കേട്ടോ. ഇനി മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. നല്ല ഓവറായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2.5-3 ടേബിൾ സ്പൂൺ വരെ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏലക്കയുടെ പൊടി ഇല്ലെങ്കിൽ ഒരു 3 ഏലക്കായ അങ്ങനെ ഇട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഏലക്ക വേണ്ടെങ്കിൽ വാനില എസൻസും യൂസ് ആക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏതായാലും കുഴപ്പമില്ല. ഇതിലേക്ക് 10 രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് നീക്കി വെക്കാം. ഇനി ഇതേ മിക്സിയുടെ ജാർ തന്നെ എടുക്കാം. ഇത് നമ്മൾ കഴുകുകയോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അതേ മിക്സിയുടെ ജാർ തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 4 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രെഡ് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഞാൻ മിക്സിയിൽ ഒരു നനവ് നമ്മൾ ഈ പഞ്ചസാരയും പാലൊക്കെ അടിച്ചെടുത്തതല്ലേ, അപ്പോൾ ഒരു നനവുണ്ട് വിചാരിച്ചിട്ട് ബ്രെഡ് പൊടിയാതെയൊന്നും ഇരിക്കൂല കേട്ടോ. ബ്രെഡ് നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഈ ബ്രെഡ് 4 പീസ് ബ്രെഡും ഇതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് പിച്ച് കീറിയിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതാ ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലേക്ക് നീക്കി വെക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് മുട്ടയാണ്. 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കോഴിമുട്ട നമുക്കൊന്ന് ഈ നമ്മളെന്താ പറയുക പഞ്ചസാരയും പാലൊക്കെ അടിച്ചെടുത്തിട്ടില്ലേ അതിലേക്ക് നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചൊന്നും അല്ല, പുറത്ത് തന്നെയാണ് മുട്ട വെക്കൽ. അപ്പോൾ ഞാൻ പുറത്തിരുന്ന മുട്ട തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ മുട്ട വെക്കുന്നവരും ഉണ്ടാവും അല്ലേ, അങ്ങനെയാണെങ്കിൽ ഫ്രിഡ്ജിൽ മുട്ടയാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഈ മുട്ട ഈ പാലും പഞ്ചസാരയൊക്കെ അടിച്ചെടുത്ത ആ ഒരു മിക്സിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. മുട്ട നന്നായിട്ട് ഈ പാലുമൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് വരണം. അതേപോലെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒരു സ്പൂണോ ഒരു ഫോർക്കോ കൊണ്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ അടിച്ചൊന്ന് പതിപ്പിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. കണ്ടോ, ഈ ഒരു പരുവത്തിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ 3 മുട്ടയും 1/2 കപ്പ് പാലും ഒരു പാക്കറ്റ് പാൽപ്പൊടിയില്ലേ 10 റുപ്യേൻ്റെ പാൽപ്പൊടി അതും ചേർത്ത സമയത്താണ് ഞാൻ 4 ബ്രെഡ് പൊടിച്ചത് ചേർത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുട്ടയൊക്കെ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ ബാക്കിയെല്ലാം ചേരുവ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ പാൽപ്പൊടി ഒരു പാക്കറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു 4-5 മുട്ട എടുക്കുന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് പാൽപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല, 10 റുപ്യേൻ്റെ. പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറുത്ത മുന്തിരിയില്ലേ, ഉണക്കമുന്തിരി, കറുത്ത കിസ്മിസ് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കയ്യിലുണ്ടെങ്കിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്ത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് അതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് തേങ്ങ ഫ്രഷായിട്ട് ചേർക്കിയിട്ടുണ്ടെങ്കിൽ അത് വേണേലും ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം പാടെ നന്നായിട്ട് മിക്സ് ആക്കുക. ഇതുപോലൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് ചൂടാക്കാൻ വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിത് ഉണ്ടാക്കുന്നത് വേറൊരു ഇതുപോലെ ഒരു കുഴിവുള്ള ഒരു പാത്രത്തിലാണ്, ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ്. ഇതിലേക്ക് നമ്മൾ ഓയിലോ നെയ്യോ ഒന്നും ഇപ്പം ഞാൻ യൂസ് ആക്കുന്നില്ല. അപ്പോൾ അത് നമ്മളിവിടെ കട്ടാക്കി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾ വലിയ പാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു നേന്ത്രപ്പഴം മതിയാവൂലെങ്കിൽ വേണമെങ്കിൽ ഒരു 1.5 വരെ 1.25 എടുക്കാവുന്നതുമാണ് കേട്ടോ. നിങ്ങളുടെ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് പഴത്തിൻ്റെ അളവിൽ ചെറിയൊരു മാറ്റമൊക്കെ വേണമെങ്കിൽ വരുത്താം. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് റെഡി ആയി വരുന്ന സമയത്ത് ഇത് ചെറുതായിട്ടൊന്ന് ഈ പഞ്ചസാരയ്ക്ക് ഒന്ന് മെൽറ്റ് ആയിക്കോളും. ഇനി നമ്മളുടെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ബ്രെഡും മുട്ടയുടെയൊക്കെ ആ മിക്സില്ലേ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒരു കയ്യിലുകൊണ്ട് ഇങ്ങനെ മിക്സാക്കുക കേട്ടോ. എന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക.
ഫ്ലെയിം ഹൈയിൽ തന്നെയാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അപ്പോൾ അടിയിലൊരു പാൻ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഡയറക്റ്റ് തീയിലേക്ക് വെച്ചിട്ടില്ല കേട്ടോ. ഇതൊരു അടിയിലൊരു പാൻ വെക്കുക, എന്നിട്ട് വേണം ചെയ്യാൻ. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അടിയിലൊരു പാൻ വെച്ച് കൊടുത്തത്. നല്ല ചൂട് കട്ടിയുള്ള പാത്രമൊക്കെ ആണെങ്കിൽ വെക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം അത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ അത് കുറച്ച് കറുത്ത കിസ്മിസ് കൂടെ എടുത്ത് മുകളിൽ കൂടി ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് 20 മിനിറ്റ് ആട്ടോ എനിക്ക് കുക്കിംഗ് ടൈം വന്നിട്ടുള്ളത്. ഒരു 18 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, പിന്നെ മറിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റുമാണ്. അങ്ങനെ ഒരു 20 മിനിറ്റാണ് വന്നിട്ടുള്ളത്. ഞാൻ ഒരല്പം നെയ്യ് എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റുറവും അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് തിരിച്ചിടുമ്പോൾ ഈ ഭാഗം കൂടി ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മളിതിലേക്ക് ഒട്ടും ഓയിലോ നെയ്യോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നെയ്യ് ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ പഴുത്തിട്ട് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ കളയേണ്ട ആവശ്യമില്ല. കറുത്ത പഴമൊന്നും കുട്ടികൾ കഴിക്കില്ല അല്ലേ. അപ്പോൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെയൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം ഇങ്ങനെ മറിച്ചിടുന്ന സമയത്തും ലോയിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കവുത്തിയിട്ട് കൊടുക്കാം. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം കരിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ലൊരു ബ്രൗൺ കളറിൽ, നല്ലൊരു സോപ്പ് ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. പുറം ഇങ്ങനെ കുറച്ച് മൊരിഞ്ഞ മാതിരി ഉണ്ടാവും, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ പഴമൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് വെറൈറ്റി സ്നാക്കുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് ആയ സമയത്ത് ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇത് ഡിമോൾഡ് ചെയ്തെടുക്കാം. കണ്ടോ, ഇനി ഇതൊന്ന് തിരിച്ചിടാം. അതിൻ്റെ മുൻഭാഗം ഇപ്പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇതൊന്ന് തിരിച്ചെടുക്കാം. നല്ല ചൂടാണ് കണ്ടോ. ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പുറത്തേക്കൊന്ന് തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ടാക്കി എടുക്കാം. ഇത് ഞാൻ ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യണില്ല കേട്ടോ. ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെയാണ്, ഇപ്പം തന്നെ ഞാൻ കട്ടാക്കുകയാണ്. കട്ടാക്കി കാണിച്ചു തരാം. നല്ല ആവി പറക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയ നല്ലൊരു അടിപൊളി ബനാന സ്നാക്കാണ്. ഇപ്പോൾ നേന്ത്രപ്പഴമൊക്കെ വെച്ച് നമ്മൾ ഒരുപാട് സ്നാക്കുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വെറൈറ്റി ആയിട്ടൊക്കെ തയ്യാറാക്കുന്നുണ്ടാവും. അതിൽ ഇതുപോലെ ഒന്ന് ഉൾപ്പെടുത്തി നോക്കുകൊണ്ട് കുട്ടികൾക്ക് എല്ലാം ഇഷ്ടമാകും. കുട്ടികൾക്കെന്ന് മാത്രമല്ല വലിയവർക്കും ഇഷ്ടമാകും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ബ്രെഡും പഴവും ഒക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാവില്ലേ. പാലും പഞ്ചസാരയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനമാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഫ്രഷ് ആയിട്ട് ചെറുകിയെടുത്ത തേങ്ങ വേണമെങ്കിലും ആ ബാറ്ററിൽ മിക്സ് ആക്കിയാലും നല്ല ടേസ്റ്റാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ വെറൈറ്റി വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് വരുത്തും ചെയ്യാം കേട്ടോ. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ കറുത്ത് പോയെന്ന് വിചാരിച്ച് വലിച്ചെറിയതിട്ടോ ഒരു പ്രാവശ്യമെങ്കിലും റെഡിയാക്കി നോക്കിക്കോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കാനും നല്ലതാണ്. ഇനി 10 മണിക്കൊക്കെ സ്നാക്ക് കൊണ്ടുവന്ന കുട്ടികളുണ്ടാവും, അവർക്ക് പാത്രത്തിലാക്കി കൊടുക്കാനും നല്ലതാണ്. ഇപ്പോൾ ചോറൊന്നും കഴിച്ചില്ലെങ്കിൽ ഈ ഒരു സ്നാക്കൊക്കെ കഴിച്ചാലും വയറ് നിറയും. നല്ല ടേസ്റ്റാണ്, ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.